ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മനസ്സും വയറും നിറച്ച് കഴിച്ച് ഞങ്ങളുടെ ചെറിയൊരു സദ്യേൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കൊരു മിനി സദ്യയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രാവിലെ ഇവർ രണ്ട് പേരും ഇവിടെ ഡ്രോയിങ് ബുക്കിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ടാളും മൊബൈൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു അഡിക്ഷൻ ഒന്ന് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേർക്കും ഞാൻ ഡ്രോയിങ് ബുക്കും കളറൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊലിവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരതങ്ങനെ കളർ ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് അവരെടുത്തിരുന്നിട്ട് തന്നെ എനിക്ക് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ അവിയലും അതുപോലെ തന്നെ സാമ്പാറുമാണ് കേട്ടോ റെഡിയാക്കുന്നത്. ആക്ച്വലി അങ്ങനെ വിചാരിച്ച് വാങ്ങിയതൊന്നുമല്ല കേട്ടോ. വെജിറ്റബിൾസ് കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഒരു മിനി സദ്യ രൂപത്തിലാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിനും അവിയലിനും ഏകദേശമൊക്കെ ഒരേ രൂപത്തിലുള്ള വെജിറ്റബിൾസ് തന്നെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞാനത് രണ്ടെണ്ണമാക്കി മാറ്റാം എന്നുള്ള രൂപത്തിൽ അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് വാഴയിലയിലൊക്കെ ഭക്ഷണം കഴിക്കാതെ മക്കൾക്കും തന്നെ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു പാത്രത്തിൽ സാമ്പാറിനും ഒരു പാത്രത്തിൽ അവിയലിനും വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സാമ്പാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും എല്ലാതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ, പരിപ്പ് അതിൻ്റെ കൂട്ടത്തിൽ വേവിച്ചെടുക്കാറാണുള്ളത്. ചിലരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ആദ്യം പരിപ്പ് വേവിച്ചിട്ട് പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മക്കളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് എരിവ് ഒരുപാട് ഇതായി പോകുമല്ലോ, അതുകൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കാറുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു സാമ്പാർ പൊടി ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുക്കറൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പിൽ ചോറും ആവുന്നുണ്ട്, അതേ സമയം തന്നെ നമ്മൾ കുക്കറിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഈ അടുപ്പിൽ അങ്ങനെ ചൂടായി കിട്ടാറില്ല. ഞങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ. 2 അടുപ്പും 3 അടുപ്പും ഒരുപോലെ കത്തിക്കുന്ന സമയത്ത് 3ലും വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുക്കായി കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിത് അവിയലിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചിരവി എടുക്കുന്നത്. അതങ്ങനെ ആകുന്ന സമയം ആകുമ്പോഴത്തേന് ഓരോന്നായിട്ട് ബാക്കിൽ ചെയ്തു പോരുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നിലേക്കും ഓരോന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ ഓരോന്ന് ബാക്കിലായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിയൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുക്കായി വരുന്നതിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട, കാരണം അവിയലല്ലേ. അപ്പോൾ അത് നല്ലോണം വെന്ത് ഉടയാതെ തന്നെ ഒരു കറക്റ്റ് വേവിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതും സെറ്റാക്കിയിട്ട് ഇനി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ആ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ, 2 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ചിലർക്ക് എരിവൊക്കെ അധികം ആവശ്യം വരും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ മക്കൾ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കാറുള്ളത്.
അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വേവ് മതി ഈ ഒരു റെസിപ്പി റെഡിയാക്കുമ്പോൾ. ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകണ്ടല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തേങ്ങ അരക്കണ കൂട്ടത്തിൽ അങ്ങനെയും തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അന്ന് ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ തൈരൊക്കെ ഒന്ന് വെജിറ്റബിൾസിൽ പിടിക്കും വേണമല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ട് നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവിയലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് രസമാണ് കേട്ടോ. രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ഈ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലിലാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോയിരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് രസത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ രസത്തിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് രസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കൂട്ടാനും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് കഴിക്കാനും വേണ്ടിയിട്ട് പോകുകയാണ്. നമ്മളിതിലേക്ക് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് മീൻ അങ്ങനെ ഇഷ്ടമില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും കൂടെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ ലെഗ് പീസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഈ ചെറിയ മക്കൾക്ക് ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു ഹരാണല്ലോ, ഒരു സന്തോഷം. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സദ്യ വിളമ്പുന്ന ആ സ്റ്റൈലിൽ തന്നെ കറിയാണ് കേട്ടോ ആദ്യം സൈഡിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെയാണ് കേട്ടോ അത് കറിയാണ്. കറി ചോറിലാണ് ഒഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചോറിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഫുഡ് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സും വയറും നിറച്ച് കഴിച്ചത് നല്ലൊരു ഉച്ചയായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.